ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങളും അതേപോലെ ഓരോ ആളുകൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സംശയങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണ ക്രമീകരണമാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഫോളോ ചെയ്യുന്ന രീതി. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഉപവാസം എന്നൊക്കെ അതിന് വേണ്ടി പറയാം. ഒരു സ്വാഭാവിക രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വീക്കിലി വൺസ് എങ്കിലും നമ്മളൊരു ഉപവാസം, ഒരു ദിവസം നമ്മൾ നിശ്ചിത സമയത്തെങ്കിലും ഭക്ഷണം ഒന്നും കഴിക്കാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫാസ്റ്റിങ്ങിൽ ഏർപ്പെടുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മുടെ ശരീരത്തിന്. പ്രത്യേകിച്ച് നമ്മളെ മെറ്റബോളിക് റേറ്റിനും അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന്, അതിനൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇതുവരെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാത്തൊരു വ്യക്തി ഒറ്റയടിക്ക് വന്നിട്ട് നമ്മളൊരു വലിയ ടൈം, ഒരു 20 മണിക്കൂറോ അല്ലെങ്കിൽ 14 മണിക്കൂർ ചെറുതെന്നല്ല പറയുന്നത്. നമ്മൾ പതുക്കെ ഈ ഒരാഴ്ച അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റിൽ നമുക്കൊരു 12 മണിക്കൂർ, അതായത് സ്വാഭാവികമായിട്ടുള്ളൊരു രീതി, നമ്മുടെ ഉറക്കമടക്കം ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയം ഫാസ്റ്റിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാം. അതിൽ നിന്ന് നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു 18 മണിക്കൂറിലേക്ക് മാറാം, അല്ലെങ്കിൽ 16 മണിക്കൂറിലേക്ക് മാറാം. അങ്ങനെ പതുക്കെ നമ്മൾ ഈ ഒരു ടൈമിൻ്റെ പാറ്റേൺ നമ്മൾ കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ചെയ്യേണ്ടത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കമടക്കമുള്ളൊരു സമയം ഈ ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7-8 മണിക്കൂറോളം നമ്മൾ കിടന്നുറങ്ങാറുണ്ടല്ലേ. ആ സമയവും കൂടി നമ്മൾ ഈ ഫാസ്റ്റിങ്ങിലേക്ക് ആഡ് ചെയ്യുക. അതായത് നമ്മൾ ഈവനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു രീതി. ആ രീതിയാണ് ഏറ്റവും ബെറ്റർ. ഫാറ്റ് ലോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നോർമൽ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു ഫാസ്റ്റിങ്ങിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫാറ്റ് ലോസിന് വേണ്ടി മാത്രമല്ല, ഓവറോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ 1 മാസമായി 2 മാസമായി ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നു, അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഇതിനെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് കിടക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കാം. നിങ്ങൾ തുടർച്ചയായിട്ട് 2-3 മാസമൊക്കെ ഫാസ്റ്റിംഗ് പോകുന്നത് അത്ര ആരോഗ്യകരമായിട്ടുള്ള കാര്യമല്ല. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിശ്ചിത ഒരു ദീർഘസമയത്തേക്ക് നമുക്ക് കിട്ടേണ്ട പോഷകങ്ങളും അല്ലെങ്കിൽ പ്രോട്ടീൻസും എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, ചില ആളുകൾ അതും കുടിക്കാതെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 16 മണിക്കൂറിൻ്റെ പാറ്റേൺ എടുത്ത് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതിലേക്ക് മാറാം. ഇവിടെയും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരാഴ്ച നിങ്ങൾ 2-3 ദിവസം പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ അത് ഉൾപ്പെടുത്തിയാൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊരു നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുക. നോർമൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കാതെയോ അല്ലെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ടോ അങ്ങനെ ഒന്നുമല്ല. മുൻപുള്ള വീഡിയോസിലൊക്കെ നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ രീതികളൊക്കെ. നിങ്ങൾ കൃത്യമായിട്ടുള്ള ന്യൂട്രീഷനായിട്ടുള്ള ഫുഡുകൾ കഴിച്ചുകൊണ്ട്, എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഫുഡ്, അങ്ങനെയുള്ളൊരു ഭക്ഷണ ക്രമീകരണത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക. അതിൻ്റെ കൂടെ വീക്കിലി നമ്മളൊരു 2-3 ദിവസം ഈ ഒരു രീതിയിലേക്കും കൂടി മാറുക. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇത് ഫോളോ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ ഇത് ഫോളോ ചെയ്യാൻ നോക്കാം. പ്രഗ്നൻസി ടൈമിലുള്ള ലേഡീസ് ഇത് ഫോളോ ചെയ്യാൻ അത്ര നല്ലതായിരിക്കില്ല, ഹെൽത്തി ആയിരിക്കില്ല. അതുപോലെ ഫീഡ് ചെയ്യുന്ന മദേഴ്സ് അത് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. ഡയബറ്റിക് ഉള്ള ആളുകൾ ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഇനി അതല്ല, വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബോഡി വെയിറ്റ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളോ മെഡിസിനൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഡോക്ടറുടെ ഒരു അഭിപ്രായത്തോടു കൂടി മാത്രമാണ് ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം മാറ്റാൻ പാടുകയുള്ളൂ. അതാണ് ഒരു ശരിയായ രീതി എന്ന് പറയുമ്പോൾ. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഫാസ്റ്റിംഗ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ ഫുഡ്, അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പോയത്, വൈകുന്നേരത്ത് നിങ്ങൾ കഴിക്കുന്ന നമ്മൾ ഡിന്നർ ഉണ്ടല്ലോ, അത് മാക്സിമം നേരത്തെ ആയി കൊണ്ടുവരും പതുക്കെ. അതും ഒറ്റ ദിവസം കൊണ്ട് മാറ്റേണ്ട കാര്യമല്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ നാളെ പോയിട്ട് ഫാസ്റ്റിങ്ങിന് പോയിട്ട് ഓടിപ്പോരുത്. പതുക്കെ അതിലേക്ക് വരേണ്ട ഒരു രീതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 8 മണിക്കാണ് ഡിന്നർ കഴിക്കുന്നതെങ്കിൽ നമുക്കത് പതുക്കെ ഒരു 7-ലേക്ക് ആക്കാം, 6-ലേക്ക് ആക്കാം. പിന്നീട് നമ്മളൊന്നും കഴിക്കുന്നില്ല. നമ്മൾ പതുക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വിശക്കൊന്നുമില്ല, നമ്മൾ അതുമായിട്ടൊന്ന് മാച്ച് ആവും. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. വൈകുന്നേരം കഴിക്കുന്ന ഫുഡ് മാക്സിമം നേരത്തെ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് രീതി. അങ്ങനെ വരുമ്പോൾ പിറ്റേ ദിവസം ഒരു ഉറക്കത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ അടുത്ത ഭക്ഷണം കഴിക്കുന്ന സമയം വരെ എത്ര മണിക്കൂറുണ്ടോ അത്ര മണിക്കൂർ ഒരു ഫാസ്റ്റിങ്ങിലൂടെ നമ്മൾ കടന്നു പോകും. ആ സമയത്ത് നമുക്ക് രാത്രിയിലാണെങ്കിലും വെള്ളമൊക്കെ കുടിക്കാം, ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം അപ്പം നിങ്ങൾ സമയം എങ്ങനെയാണ് കൂട്ടുന്നത്? വൈകുന്നേരത്തെ ഫുഡ് മാക്സിമം നേരത്തെ ആക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഒരു 9 മണി 10 മണി ആ ഒരു റേഞ്ചിലേക്ക് മാറ്റി, വളരെ സാവധാനം കേട്ടോ. നമ്മുടെ ചില ആളുകൾക്ക് ഇതിലേക്ക് കിടക്കുമ്പോൾ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നേരത്തെ ആക്കിയിട്ട് രാവിലത്തെ ഫുഡ് ഒരു 9 മണി 10 മണി സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. എന്നിരുന്നാലും ഏറ്റവും നല്ല സമയം ഉറക്കമടക്കമുള്ളൊരു സമയം നമ്മൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ഇനി നോർമൽ ഡയറ്റ് എടുക്കുമ്പോഴാണെങ്കിൽ ധാരാളം വെള്ളം നമ്മൾ കുടിക്കണം. ഫാസ്റ്റിംഗ് ടൈമിൽ മാത്രമല്ല ബാക്കിയുള്ള സമയങ്ങളിലും കുടിക്കണം. നിർബന്ധമായിട്ടും ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡുകൾ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, നല്ല വൈറ്റമിൻസും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ കഴിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഇനി നമ്മൾ ഫാസ്റ്റിംഗ് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഇപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് ആ സമയം തൊട്ട് നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് കടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വരെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, കുറച്ച് പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജ്യൂസ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടോ ഒരു 5 മിനിറ്റിന് ശേഷം ഭക്ഷണത്തിലേക്ക് കിടക്കുന്നതാണ് നല്ലത്. ഭക്ഷണം ഫസ്റ്റിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് പ്രോട്ടീൻസും വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ഭക്ഷണത്തിലേക്ക് കിടക്കുക. ഒറ്റയടിക്ക് തന്നെ നേരെ വന്നിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ വർക്കൗട്ട്, അല്ലെങ്കിൽ ഏത് സമയം വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ അത് അറേഞ്ച് ചെയ്യാം. വൈകുന്നേരമാണ് നമ്മൾ ലാസ്റ്റത്തെ ഭക്ഷണം കഴിക്കുന്നതെന്ന് വിചാരിച്ചോ. അതായത് ഒരു തുടക്കത്തിലുള്ള സമയം വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പാറ്റേൺ അനുസരിച്ച് അതിന് മുൻപായിട്ട് നമ്മൾ വർക്കൗട്ട് അറേഞ്ച് ചെയ്യുക. കാരണം പകൽ സമയങ്ങളിൽ നമ്മൾ സാധാരണ പോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഡിന്നറിൻ്റെ ആ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നു. സ്വാഭാവികമായിട്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും മറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും നമ്മുടെ വർക്കൗട്ടിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം വർക്കൗട്ടിന് ശേഷം നിങ്ങൾ ഈ ഫുഡ് കഴിക്കുക, ലാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കുക. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ്. ആ കാര്യം എപ്പോഴും ഓർക്കുക. രാവിലെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഉറക്കത്തിന് ശേഷമൊക്കെ വന്നതാണ്, നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ക്ഷീണം തോന്നുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു ഫ്രഷ് ജ്യൂസോ അല്ലെങ്കിൽ ക്ഷീണം മാറാനുള്ള ഒരു കാര്യം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ വർക്കൗട്ടിലേക്ക് കിടക്കാം, പ്രാക്ടീസിലേക്ക് കിടക്കാം. രാവിലെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നേരത്തെ വർക്കൗട്ട് വേണ്ടി ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്ഷീണവും പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഈ രാവിലെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ രാവിലത്തെ ഈ വർക്കൗട്ടിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം നമ്മളാണത് അറേഞ്ച് ചെയ്യേണ്ടത്. വൈകുന്നേരത്തെ ഫുഡ് നമ്മൾ നേരത്തെ ആക്കി ആ സമയം തൊട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ ആളുകൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഡിലേ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളായതുകൊണ്ട് നമുക്ക് അത്രയും ഡിലേ ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ സമയം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യമേ തന്നെ 20 ഹവർ ഫാസ്റ്റിങ്ങിലേക്കൊന്നും പോകരുത്. പതുക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും നിലവിലിപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് തന്നെ പറഞ്ഞു, ഫാറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് വാശി പോലെ വൈരാഗ്യം പോലെയൊക്കെയാണ്. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ വീക്കിലി 23 ദിവസം തിരഞ്ഞെടുക്കുക, അത് മാത്രം ഫാസ്റ്റിങ്ങിന് വെക്കുക. ബാക്കിയുള്ള ദിവസങ്ങൾ നോർമൽ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഫാറ്റ് ലോസിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും ഒരു സാധാരണഗതിയിൽ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയം, കഴിക്കുന്ന ഫുഡ്, അതിൻ്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ 3 സമയത്താണ് പ്രധാനമായിട്ടും ഒരു ദിവസം ഇപ്പോൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ആ സമയം അതിനിടയ്ക്ക് നമ്മൾ വിശക്കുന്ന സമയത്ത് ഒരു വലിയ രീതിയിലൊരു സ്നാക്സ് കഴിക്കാനോ അല്ലെങ്കിൽ നല്ല മധുരം ഇട്ടിട്ടൊരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള വിശപ്പാണെങ്കിൽ നമ്മൾ ആ വിശപ്പിൻ്റെ ഒരു കാഠിന്യം അനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കരുത്. തൽക്കാലത്തേക്ക് വിശപ്പടങ്ങാനുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ നട്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 2 ഫുഡിൻ്റെ ഇടയിലുള്ള ഒരു സമയത്ത് തൽക്കാലത്തേക്കുള്ള വിശപ്പ് മാറാൻ അല്ലെങ്കിൽ ആ സമയത്തേക്കുള്ള കുറച്ച് ഊർജ്ജം കിട്ടാൻ നമുക്ക് അങ്ങനെയുള്ള ഫുഡ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബ്ലഡിലുള്ള ഇൻസുലിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിക്കില്ല. ഇൻസുലിൻ്റെ അളവ് കൂടുതലായിട്ട് വർദ്ധിച്ചിട്ട് എന്ത് സംഭവിക്കുക, നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്താലും ഒരുപാട് ഡയറ്റ് ചെയ്താലൊന്നും റിസൾട്ടിലേക്ക് പെട്ടെന്ന് നമ്മൾ എത്തില്ല. അതിൻ്റെ കാരണവും പ്രധാന കാരണങ്ങളിലൊന്നും അത് തന്നെയാണ്, ഇൻസുലിൻ ക്രമാതീതമായിട്ട് വർദ്ധിച്ച് നിൽക്കുന്ന അവസ്ഥ. അതിൻ്റെ കാരണം എന്താണ്, നമ്മൾ വളരെ ഒരു ക്വാണ്ടിറ്റി കൂടിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇൻസുലിൻ കൂടും. അതേപോലെ നമ്മുടെ ഒരു കൃത്യമായ ഒരു കാലറി നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ നമ്മുടെ ഭക്ഷണക്രമീകരണം പോവുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ റിസൾട്ടിലേക്ക് എത്താൻ വൈകുന്നതിൻ്റെ കാര്യവും. ഈ ഇടയ്ക്കുള്ള സ്നാക്സിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ആ രീതിയിലുള്ളൊരു ഭക്ഷണത്തിലേക്ക് നിങ്ങൾ പതുക്കെ മാറുക. അല്ലെങ്കിൽ നിങ്ങളൊരു സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ പോലും ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ പപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. മധുരം ഉപയോഗിച്ചിട്ടുള്ള കോഫി, ടീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. പകരം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലുള്ള കുറച്ച് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക, അതും വളരെ കുറഞ്ഞ രീതിയിൽ. എന്നിട്ട് മെയിൻ ഫുഡ് കഴിക്കുന്ന സമയത്തും നമ്മൾ എന്താക്കണം, മാക്സിമം നമ്മുടെ ഫുഡ് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. ഫൈബർ, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഒക്കെ ഇതൊന്നും ഒരുപാട് വലിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ കുറച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ആണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് റൈസ്, അതിൻ്റെ കൂടെ ചെറിയ രീതിയിലുള്ള കുറച്ച് കറികൾ ഇത് കഴിക്കാം. പ്രോട്ടീൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് എഗ്ഗ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഫിഷ്, ചിക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇനി അതും പറ്റാത്ത ആളുകൾക്കാണെങ്കിൽ പറ്റുന്നവർക്ക് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ തികച്ചും സാധാരണ രീതിയിൽ ഭക്ഷണമൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
അവിടെ പ്രോട്ടീൻ്റെ കുറവ് വരും, വൈറ്റമിൻ്റെ കുറവ് വരും. ഇതൊക്കെ നമ്മുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും. അതേ മറിച്ച് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നന്നായി ഹെവി ആയിട്ട് വർക്കൗട്ടും കൂടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ഒരു ക്ഷീണത്തിലേക്ക് മാറും, തലവേദനയിലേക്ക് മാറും. ഇങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പകൽ സമയങ്ങളിൽ ഫാസ്റ്റിങ്ങിലല്ലാത്ത സമയത്തുള്ള ഭക്ഷണം ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് കൈകാര്യം ചെയ്യുക. ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡൗട്ട്സും സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫാസ്റ്റിംഗ് തന്നെ തുടർന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഉറക്കം. ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിലും വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടിയും നിങ്ങൾ കൃത്യമായിട്ടൊരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. പാതിരാത്രി നമ്മൾ 12 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ 10 മണിക്ക് എഴുന്നേൽക്കുന്നതിൽ കാര്യമില്ല. ആ ഒരു സമയം, ഉറങ്ങുന്ന ആ ഒരു സമയം നമ്മുടെ ബോഡിക്കൊരു സൈക്കിൾ ഉണ്ടല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണർന്നിരിക്കുന്നതിനും ഒക്കെ അതിനൊരു സൈക്കിൾ ഉണ്ട്. നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. വൈകുന്നേരത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇൻസുലിനൊക്കെ നോർമലാവും, ഹോർമോൺസിൻ്റെ വേരിയേഷനൊക്കെ നോർമലാവും. അതേപോലെ ഡൈജഷൻ കൃത്യമായി നടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഹാങ് ഓവർ ഉണ്ടാവില്ല, ക്വാളിറ്റി സ്ലീപ്പ് കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സമയം തന്നെ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുക. അത് നന്നായിട്ട് കിടന്നുറങ്ങുക. ഇനിയിപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തു പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം. ഓക്കെ. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് വർക്കൗട്ടിൻ്റെ, ഭക്ഷണത്തിൻ്റെ, ഉറക്കത്തിൻ്റെ ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഫോളോ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയറായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ, ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളിത് ഫോളോ ചെയ്യാവുള്ളൂ. വീണ്ടും പറയുകയാണ്, ഓരോരുത്തരുടെയും ആരോഗ്യാവസ്ഥ വ്യത്യസ്തമാണ്. അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് വർക്കൗട്ടിലാണെങ്കിലും ഡയറ്റിലാണെങ്കിലും രീതികളിലാണെങ്കിലും ഫോളോ ചെയ്യരുത്. വേറൊരാൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നു, ഞാനും അതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യരുത്. തുടങ്ങുന്നതിന് രീതിയുണ്ട്, അതേപോലെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് രീതിയുണ്ട്. നമ്മൾ ഒരു വലിയ രീതിയിലൊക്കെ, ഒരു അഡ്വാൻസ് രീതിയിലൊക്കെ ചിലപ്പോൾ മാറുന്നത് നല്ലതാണ്. ചില ആളുകൾ ഒരു ദിവസമൊക്കെ മുഴുവനായിട്ടും 24 hours ഫാസ്റ്റിംഗ് നോക്കാറുണ്ട്, വെള്ളം മാത്രമൊക്കെ കുടിച്ചുകൊണ്ട്. ചില യോഗികളൊക്കെ ആ രീതിയിൽ പോകാറൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ടു, അവരുടെയൊക്കെ ബോഡി ഒരു പ്രത്യേക തലത്തിലേക്ക് മാറും. ശരീരത്തിനൊരു സ്വഭാവമുണ്ട്. നമ്മൾ വീക്കിലി വൺസ് തന്നെ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. പിറ്റേയുള്ള അടുത്ത ദിവസങ്ങൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. നമ്മൾ ഒരു എക്സ്ട്രാ എനർജിയിലേക്ക് മാറും. അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒരുപാടായിട്ട് വർദ്ധിക്കും. ബോഡിയിലുള്ള ഇൻസുലിൻ, അതേപോലെ ഹോർമോൺ വേരിയേഷൻസൊക്കെ കറക്റ്റായിട്ട്, അതേപോലെ വെയിറ്റ് ബാലൻസ്, ഇതെല്ലാം കറക്റ്റായിരിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. നമ്മൾ തെറ്റായി ചെയ്യുമ്പോഴാണ് ഇതിന് പല ബുദ്ധിമുട്ടുകളും നമ്മൾ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.